2024 മെയ് 2-ാം തീയതി മോളെ കല്യാണം. നമ്മൾ നല്ല ഉഷാറിൽ നടത്തിയതിന് അന്ന് തന്നെ മോൾക്ക് കല്യാണം കഴിച്ച് 6 ദിവസത്തിന് ശേഷം ഇവർക്ക് വിരുന്ന് വന്ന് പോയതിൻ്റെ ശേഷമാണ് ഒക്കെ ഇങ്ങനെ ഭർത്താവിന് പല സംശയങ്ങളും ഇങ്ങനെ തോന്നുക. അവളെ കൂടെ പഠിക്കണ ഫ്രണ്ട്സുകളെ സ്വന്തമായിട്ടുള്ള ഗേൾ ഫ്രണ്ട്സുകളെ തന്നെ ഓനക്ക് ചാറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഓനക്ക് സംശയം ആയിക്കാണ്ട് നല്ലോണം ചീത്ത പറഞ്ഞ് ഒരു ദിവസം 2 അടി അടിച്ചു കയ്യിന്. പിറ്റേന്നും ഇതേപോലെ തന്നെ ഓന് ഓരോരോ ബോയ് ഫ്രണ്ട് മറ്റേത് എനിക്ക് അങ്ങനെ ബന്ധമുണ്ട് ഇങ്ങനെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞേക്കാണ്ട് സംശയവും പിന്നെ എനിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞേക്കാണ്ടും പിന്നെ പറഞ്ഞ സ്ത്രീ ഞങ്ങൾ പൊന്നും പൈസയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ 75 പവനില്ല, സ്വർണം ഗോൾഡ് ഡയമണ്ട് ഇല്ല, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഓളോട് ഓരോന്നോരോന്ന് ചോദിക്കും. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞേക്കാണ്ടാണ് ഓള് പറയും. സ്വർണ്ണത്തിൻ്റെ കണക്ക് എത്ര 50 പവൻ സ്വർണ്ണം ഞങ്ങൾ കൊടുത്തുക്കണേ എത്രയാണെന്നുള്ളത് ഓൾക്കറിയില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളോടും ചോദിച്ചു 50 പവൻ സ്വർണ്ണം ഇല്ല എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് ഓനിങ്ങനെ അന്നൊന്നും ഓൾ മർദ്ദിച്ചത് ഓൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. മൊബൈലിൻ്റെ ചാർജർ അടക്കമാണ് ഓൾ അടിച്ചിട്ടുണ്ട് കയ്യിനും കാലിനും ഒക്കെ ഒന്നായിട്ട്. 2 കയ്യിനും അടിച്ചിക്കണ്, കാലിനും അടിച്ചിക്കണ്. 2 കൈ വെച്ചിട്ട് ചെവിക്കടിച്ചിട്ട് ചെവിൻ്റെ പാട പൊട്ടിയിട്ട് കേൾവി ശക്തി നഷ്ടമായിക്കണമെന്ന് ഒരു തന്നെ വീട്ടിൽ നിന്ന് ഓരോ ഉമ്മയും ഓരും കൂടിയും വീട്ടിൽ നിന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കണ്. 4 ഡോക്ടർമാരെ ഒരു കൊണ്ടുപോയി കാണിച്ചിക്കണ്. കയ്യിന് കാണിച്ചിട്ടും കോട്ടക്കൽ മിംസിലെ ഡോക്ടറെയും അതേപോലെ തന്നെ കോട്ടക്കൽ അൽമാസിലെ ഡോക്ടറെയൊക്കെ ഒരു മാറി കാണിച്ചപ്പോഴും ഒരു ചോദിച്ചു എന്താണ് കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് കുട്ടി ബാത്റൂമിൽ വീണത് എന്നാണ് പറഞ്ഞത്. കുട്ടീനെ അപ്പോൾ പിന്നെയും ചോദിച്ചല്ലോ ഡോക്ടർമാർ എന്താണ് ഇങ്ങനെ ഉണ്ടായത് ചോദിച്ചപ്പോൾ ബാത്റൂമിൽ വീണതാണ് തന്നെയാണ് അപ്പോൾ ഓല് പറഞ്ഞത്. അപ്പോൾ കുട്ടീനോട് ചോദിച്ചിട്ടില്ല, ഓരോ പറഞ്ഞത് അതിന് മറുപടിയൊക്കെ. പിന്നെ 2-3 ദിവസം നേരം വെളുക്കോളും കുട്ടീനെ അവൻ അടിച്ചിക്കണ്, മൊബൈലിൻ്റെ ചാർജർ ഇട്ട് അടിച്ചിക്കണ്, നല്ലോണം അടിച്ചിക്കണ്. പിന്നെ ഓരോരോ സംശയങ്ങളാണ് അവനക്ക്, ഓരോന്നും സംശയങ്ങൾ പറഞ്ഞിക്കാണ്ടാണ് ഓൻ അടിക്കുന്നുണ്ട്. എനിക്കതില്ല എന്ന് പറയുമ്പോൾ ഓൾ പറയും സത്യം പറയുമെന്ന് പറഞ്ഞിക്കാണ്ടാണ് ഓൻ അടിക്കുന്നുണ്ട്. ക്രൂരമായിട്ടാണ് അവനെ മർദ്ദിച്ചിട്ടുണ്ട്. വീട്ടിൽ പറഞ്ഞാൽ പുറത്ത് പറഞ്ഞാൽ എന്നെ കൊല്ലുമെന്നും പറഞ്ഞിക്കാണ്ട് ഓനെ ക്രൂരമായിട്ടാണ് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് ഓൾ ഫോണിൽ നിന്ന് വിളിച്ചാണ് കുട്ടി കരഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞാനും ഭർത്താവിൻ്റെ അനിയനും ഭർത്താവും കൂടി പോയപ്പോൾ അവൾ അടുത്ത വീട്ടിലേക്ക് പോയിക്കണ്. അടിക്കൊന്ന് പേടിച്ചിക്കാണ്ട് അടുത്ത് തന്നെയാണ് എളാപ്പാൻ്റെ വീട്. ആ വീട്ടിലേക്ക് പോയിക്കാണ്ട് ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ കൊടുന്നുകാണ്ട് ഓലെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ കൊണ്ടുവരാൻ നിന്നപ്പോൾ പറഞ്ഞു പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വീട്ടുകാർ പറഞ്ഞു ഓൻ പേടിപ്പിക്കുകയാണേ ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങൾ ബലമായിട്ട് കുട്ടീനെ പിടിച്ചു കൊടുന്നതാണ്. ഒറ്റ ഡ്രസ്സുമ്പോൾ തന്നെ ഞങ്ങൾ ബലമായിട്ട് അവളെ കൊടുന്നു വീട്ടിലേക്ക്. അപ്പോഴും ഞങ്ങൾ മർദ്ദിച്ച വിവരം അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ വന്ന് ഡ്രസ്സ് ഊരി നോക്കിയപ്പോഴാണ് ഫുള്ളായിട്ട് ശരീരം മൊത്തമായിട്ട് അവൻ അടിച്ചത്. നട്ടലിന് ചതവുണ്ട്. കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ 3 ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചു. നട്ടലിന് ചതവുണ്ട്, ചെവിൻ്റെ പാട പൊട്ടിയിക്കണേ. അതുപോലെ തന്നെ ഫാമിലി മെഡിസിനെ കാണിച്ചിട്ട് ശരീരത്തിലെ മസിൽസിനൊക്കെ ഫുള്ളായിട്ട് മുറിവും കാര്യങ്ങളും ഉണ്ടായിട്ട് 13 ദിവസത്തിന് ശേഷം എടുത്ത ഫോട്ടോസാണ് ഞങ്ങളത്. അന്ന് അതിൻ്റെ മുന്നേ തന്നെ ഫുള്ളായിട്ട് മുറിവും കാര്യങ്ങളും ഒരു വീട്ടുകാർ അറിഞ്ഞിക്കണേ. ഉമ്മയും ഇപ്പൊക്കെ ഇതിനെ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഒരു വീട്ടുകാരെല്ലാവരും അറിഞ്ഞിട്ടും എന്തായിക്കണേ ഒരു വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളൊന്ന് അറിയിക്കുക ഇങ്ങനെ അടിച്ചിക്കണമെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. എൻ്റെ ചെറിയ മോനോട് ഓൻ പറഞ്ഞതാണ് ഞാൻ ഓളുടെ മുഖത്തൊരു കൈ വെച്ചിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സംശയത്തിൽ ഞങ്ങൾ പോയി കൊടുന്നതാണ്. വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഓളെ അടിച്ചത്. ഇത്രയും ഗൗരവത്തിലായത് ഞങ്ങൾ അറിഞ്ഞത്. പുറത്ത് പറഞ്ഞാൽ എന്നെ കൊല്ലും, എൻ്റെ അനാവശ്യമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞിക്കാണ്ട് കുട്ടീനെ ഓനെ പേടിപ്പിച്ച് നിർത്തിയേക്കേന്. ഇത് പുറത്ത് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പുറത്ത് പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞാൽ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഞാൻ കൊല്ലും, എൻ്റെ വീട്ടുകാർ എന്നെ വിളിക്കുമ്പോൾ ഇത് പോകണ്ടെന്ന് പറയണം, വീട്ടിൽ ഇത് അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞിക്കാണ്ടാണ് ഓന് പേടിപ്പിച്ച് നിർത്തിയിരിക്കണം കുട്ടീനെ. ഇതുവരെ ഞങ്ങൾ അത് വന്ന പിറ്റേന്ന് തന്നെ കുട്ടീനെ 22-ാം തീയതിയാണ് ഞങ്ങൾ വീട്ടിൽ കൊടുന്നത്. 23-ാം തീയതി ഞങ്ങൾ വേങ്ങര മലപ്പുറം വനിതാ സെല്ലിൽ പോയിക്കാണ്ട് ഞങ്ങൾ പരാതി കൊടുത്ത്. 24-ാം തീയതി നേരെ ഞങ്ങൾ പിന്നെ കുട്ടിക്ക് അന്ന് ഫുള്ളായിട്ട് മൊഴി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കുട്ടി ആകെ ക്ഷീണിച്ചീന്. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് 24-ാം തീയതി മൈത്ര ഹോസ്പിറ്റലിൽ പോയി ഫുള്ള് ചെക്കപ്പ് നടത്തി. കുട്ടിക്ക് നടക്കാൻ കഴിഞ്ഞിട്ട് വീൽ ചെയറിലാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അങ്ങനെ ഫുള്ളായിട്ട് ചെക്കപ്പ് നടത്തി. പിന്നെ 28-ാം തീയതി ഞങ്ങൾ ഇടയ്ക്ക് DYSPനെയൊക്കെ സമീപിച്ചിട്ടും ഒന്നും അതിനൊരു പ്രതികരണം ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എന്തായിട്ട് ഞങ്ങൾ SP സാറിന് നേരിട്ട് പോയി, അസിസ്റ്റൻറ്റ് SP സാർ ബിജുമേൻ ഡോക്ടർ അതിനാണ് പോയി കണ്ടത്. അങ്ങനെ അതിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ കുട്ടിക്ക് അന്ന് ഫുള്ളായിട്ട് മൊഴി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടീനെ തലേണ വെച്ച് കൊല്ലാൻ ശ്രമിച്ചിക്കണോനെ, നട്ടലിനടിച്ചിട്ട് ബാത്റൂമിലിട്ട് നട്ടലിനടിച്ചിട്ട് നട്ടല് നീർന്ന് നിൽക്കുക. അപ്പോഴും കുട്ടി അതിന് ചികിത്സയിലാണ്. അങ്ങനെ അന്നാണ് എനിക്ക് പിന്നെ വേറെ കൂടിയും കൂടുതലും ഇത് വകുപ്പ് കൂട്ടിക്കാണ്ട് എഴുതി. പിന്നെ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഓരൊപ്പയും ജ്യേഷ്ഠനും എല്ലാവരും കൂടി SP സാറെ തന്നെ പോയി കണ്ടിട്ടും അതിനൊരു പരാതി കൊടുത്തിട്ടും നമുക്ക് നടപടി എടുക്കാം, ഓനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ട് 15 ദിവസം മുന്നേ ഞാനും മോളും എല്ലാവരും കൂടി ഞങ്ങൾ വാപ്പി എല്ലാവരും കൂടി നേരിട്ട് പോയി കണ്ട് വീണ്ടും
പോലീസ് മേധാവിനെ പോയി കണ്ടിട്ടോ നമുക്ക് നടപടി എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചികിത്സിച്ച ഡോക്ടർമാരുടെ എല്ലാ പ്രൂഫും പോയി കാണിച്ചു കൊടുത്തിട്ടും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഓൻ പോയി എന്നാണ് പറയുന്നത്. എന്തിനും നമ്മൾ വേങ്ങര CIൻ്റെ അടുത്ത് പോയിട്ടും നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കണം എന്താണ് ഏതാണെന്നുള്ളത്. അല്ലാതെ ഒരു മറുപടി നമുക്ക് കിട്ടണില്ല. നമ്മൾ പോകുമ്പോൾ ഒരു പൊയ്ക്കണേ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഉമ്മാനെ നോട്ട് അറസ്റ്റഡ് ആണ് ഇപ്പോൾ അത് വരെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിക്ക് എത്തിയത്. ഹൈക്കോടതിക്കാണ് ഇപ്പോൾ കേസ്. ഹൈക്കോടതിയിൽ ഓരോ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഓര് പോയിക്കാണ്ട് ആദ്യം നോട്ട് അറസ്റ്റഡ് കൊടുത്തുക്കണേ. അതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ മോള് ഒരു പരാതി കൊടുത്തുക്കണേ. ഇതുവരെ പ്രതിനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിനെ കൊടുത്തുക്കണേ ഇതുവരെ. ഇപ്പം ഇനിയിപ്പോൾ കേസ് 19-ാം തീയതിയാണ് വിളിക്കാനുള്ളത്. 3-ാം തീയതി കേസ് വിളിച്ചിട്ട് കാര്യം ഇതായിട്ടില്ല. ഇനി 19-ാം തീയതി അടുത്ത കേസ് വിളിക്കാണ്ട് അതിൻ്റെ ഇടയിലാണ് മോളിപ്പോൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്. മൊബൈലിൻ്റെ ചാർജർ അടക്കം ഉപയോഗിച്ചുകൊണ്ട് 2 കൈ ഉപയോഗിച്ചാണ് ഓൻ അടിച്ചിട്ടുണ്ട്. നല്ല കൈ കൊണ്ട് ഇങ്ങനെ മുഷ്ടി ചുരുട്ടിക്കാണ്ടാണ് ഓൻ അടിച്ചിട്ടുണ്ട്. മൊബൈലിൻ്റെ ചാർജറായിട്ട് കാലിനൊക്കെ അടിച്ചിട്ട് ഇവിടെ നിന്നൊക്കെ രക്തം വാർന്ന് ഒലിക്കേന് കുട്ടീൻ്റെ കാലിൽ വന്ന്. തലേണ ഉപയോഗിച്ചിക്കാണ്ട് ഓൻ ഇതേപോലെ തന്നെ വന്നിക്കാണ്ട് ബാത്റൂമിൽ കയറി ഇറങ്ങി വന്നിക്കാണ്ടാണ് ഇവൾക്ക് ഓൻ ബാത്റൂമിൽ കയറാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആ ഇറങ്ങിയ സമയത്ത് ഇവളെ നേർക്ക് തലേണയിട്ട് വന്ന് ഇവളെ അങ്ങോട്ട് മരത്തിൽ കെട്ടിക്കാണ്ട് തലേണ മൂത്തിട്ട് അമർത്തിയിട്ട് കുട്ടി കൊതരി ഓടിയതുകൊണ്ട് രക്ഷപ്പെട്ട് കണ്ണൊക്കെ അങ്ങോട്ട് മേപ്പോട്ട് വലിഞ്ഞിക്കാണ്ട് ശ്വാസം കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ ഓൻ നിന്ന് ചിരിക്കുകയാണല്ലോ. അങ്ങനെ ആണെന്ന് പറഞ്ഞക്കാണ്ട് ചിരിക്കുകയാണെന്ന്. പിന്നെ കുട്ടി ഇങ്ങനെ അടിക്കണ ഒച്ച കേട്ടുകാണ്ടാണ് വീട്ടുകാർ ഓടി വന്നത്. 3-ാമത്തെ ദിവസം അടിക്കുമ്പോൾ സംശയം ഓള് പറഞ്ഞത് ബാത്റൂമിൽ കയറിയാൽ എന്തോ ഒരു ഡ്രഗ് പോലെ വലിക്കണ സൗണ്ട് ഒരു ദിവസം കേട്ടു എന്ന് പറഞ്ഞു. വേറെ ഒന്നായിട്ട് സംശയം കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല.